നമസ്കാരം. ഇലക്ഷൻ 2026 കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കാലമാണ്. ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് പോകാൻ വോട്ടർമാർ തയ്യാറെടുക്കുന്ന കാലം. ഇനി ഒരു ഭരണമാറ്റമാണോ അതോ വീണ്ടും ഒരു മൂന്നാം പിണറായി സർക്കാരാണോ അധികാരത്തിലെത്തുക എന്നതിനെക്കുറിച്ചുള്ള ചിന്തനീയമായ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. കേരളത്തിൽ ജനങ്ങൾ എങ്ങനെയാണ് 2026 തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? മാത്രമല്ല, ഏത് തരത്തിലുള്ള ഒരു വിധി എഴുത്തായിരിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് സാമൂഹ്യ നിരീക്ഷകൻ കൂടാതെ കോൺഗ്രസിൻ്റെ നേതാവും ഒക്കെ ആയിട്ടുള്ള സാദിഖ് സാർ നമ്മൾക്കുണ്ട്. സാദിഖ് സാർ, സ്വാഗതം. സാർ നമസ്തേ. ആദ്യം നമ്മൾ ഈ 2026 തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പത്രികാ സമർപ്പണം, സ്ഥാനാർത്ഥി നിർണയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ദ്രുതഗതിയിൽ പൂർത്തിയാക്കി. വളരെ പെട്ടെന്നൊരു തിരഞ്ഞെടുപ്പ് കാലമായിരുന്നു, വളരെ പെട്ടെന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു. 2026 തിരഞ്ഞെടുപ്പിന് ഏകദേശം 28 ദിവസത്തോളം മാത്രമാണ് ഈ സ്ഥാനാർത്ഥി നിർണയവും പ്രകടന പത്രികയും ഒപ്പം തന്നെ പ്രചരണ പരിപാടികളും ഒക്കെ ആയിട്ട് ലഭിച്ചത് ഓരോ പാർട്ടികൾക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യവുമാണ്. പക്ഷെ അതിനകത്തെ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി സ്ഥാനാർത്ഥി നിർണയമൊക്കെ പൂർത്തിയാക്കി. ഇപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം ഫീൽഡിലാണ്. ഒപ്പം തന്നെ എല്ലാവരും വിജയ പ്രതീക്ഷകളിലുമാണ്. എന്തായാലും ഒരു ആൻറ്റി ഇൻകംബൻസി, ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ വീണ്ടും ഒരു പിണറായി സർക്കാർ തന്നെയായിരിക്കുമോ അധികാരത്തിൽ വരുന്നത് കേരളത്തിൽ? ആദ്യമായി ഈ കേരളത്തിൽ ഒരു തുടർഭരണം എന്നുള്ളൊരു വാക്ക് തുടർച്ചയായി ഇപ്പോൾ ഉപയോഗിക്കാൻ ഒരു അവസരം വന്നത് 2021 LDFന് വീണ്ടും ഒരു അവസരം കിട്ടിയത് കൊണ്ട് മാത്രമാണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം എങ്ങനെ എന്തുകൊണ്ട് കിട്ടി എന്നുള്ളത് സത്യസന്ധമായി ഒന്ന് അംഗീകരിച്ചാൽ ഈ മൂന്നാം തുടർഭരണം എന്നുള്ളൊരു വാക്ക് അവര് പോലും ഉച്ചരിക്കില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പിനെ നമ്മൾക്കൊരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പായിട്ട് അന്ന് അതിനെ കാണാൻ കഴിയില്ലായിരുന്നു. ഒപ്പം ആ ഗവൺമെന്റിന്റെ ആദ്യ നാളുകളിലൊന്നും ഇപ്പോൾ കാണുന്നത് പോലെയുള്ള വലിയ വിഷയങ്ങളും ഇല്ലായിരുന്നു. ജനവിരുദ്ധം അത്രത്തോളം ഇല്ലായിരുന്നു. ഈ രണ്ട് ഘടകങ്ങളും പിന്നെ കോൺഗ്രസിനുള്ളിലെ എല്ലാ കാലഘട്ടങ്ങളിലും കാണാവുന്ന അതിൻ്റെതായ ദൗർബല്യങ്ങളും ഒക്കെ കൂടിയാണ് ഒരു തുടർഭരണം എന്ന ഒരു വാക്ക് കേരളത്തിന് ആദ്യമായി ഈ സമീപകാലങ്ങളിൽ 1977 ശേഷം ഒരവസരം കിട്ടിയത്. ഇനി അത്തരത്തിലൊരു തുടർഭരണം എന്നുള്ള ഒരു വാക്ക് കേരളത്തിൽ ചർച്ചയാകുമോ എന്നുള്ള സംശയവും എനിക്കുണ്ട്. ഇവിടെ ഇപ്പോൾ വിഷയം 2 ടൈം തുടർച്ചയായി ഒരു മുഖ്യമന്ത്രി മാത്രം തുടർച്ചയും ബാക്കി മന്ത്രിമാർ മുഴുവൻ പുതുമുഖങ്ങളും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ 2ാം മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ ഇനി ഒരു മൂന്നാം ഭരണം, പിണറായി 3-0 എന്നുള്ളതാണല്ലോ അവരുടെ ടാഗ് തന്നെ. അതെ അതെ. എൻ്റെ ഒരു വിലയിരുത്തലിൽ ആ ഒരൊറ്റ മുദ്രാവാക്യം കൊണ്ട് മാത്രം ഈ മുന്നണി പുറത്തു പോകുക എന്നുള്ളതാണ്. മറിച്ച് LDFന് തുടർഭരണമെന്നോ എങ്ങാണം പറഞ്ഞിരുന്നെങ്കിൽ, ഇടതുപക്ഷത്തിന് 2ാം 3ാം ഊഴമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ കുറച്ചുകൂടെയൊക്കെ സ്വീകരിച്ചേരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, മുഖ്യമന്ത്രി എന്നുള്ള ഒരൊറ്റ വ്യക്തിയുടെ ചിത്രവും പേരും അല്ലാതെ LDF എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ? LDF ഈസ് ഈക്വൽ ടു പിണറായി വിജയൻ ഈസ് ഈക്വൽ ടു LDF. അത് ഒരു പക്ഷേ കേന്ദ്രത്തെ കണ്ട്, കേന്ദ്രം എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണം എന്ന് പറഞ്ഞാൽ, അല്ലെ NDA എന്ന് പറഞ്ഞാൽ എന്താ? മോദി. ആ ഒരു നിലയിലേക്ക് 2 പാർട്ടികളും 2 മുന്നണികളും 2 സർക്കാരും ഏകാധിപതികളായി പോകുന്നു. പക്ഷെ അവിടെയാണ് എൻ്റെ മറ്റൊരു ചോദ്യം ഉണ്ടാകുന്നത്. ഇതേ പിണറായി വിജയനെ വെച്ചിട്ട് 2021 താങ്കൾ പറയുന്നത് പോലെ കോവിഡ് കാലമായിരുന്നു, അതിനൊരു രാഷ്ട്രീയ ഇലക്ഷനായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എങ്കിൽ കൂടിയും ആ ഇലക്ഷനിലും ഇത്തരത്തിൽ താങ്കൾ പറയുന്നത് ചരിത്രപരമായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കിയെടുത്തത് അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് തുടർഭരണത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അത് തർക്കമില്ലാത്ത വിഷയമായി നിലനിൽക്കുമ്പോൾ മൂന്നാമതൊരു സർക്കാർ ഉണ്ടാകില്ല എന്നൊരിക്കലും പറയാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? മൂന്നാമതൊരു സർക്കാർ ഉണ്ടാകാതിരിക്കുവാനുള്ള എന്ത് പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ഉള്ളത്? ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. 2ാം പിണറായി വരുന്ന സമയത്ത്, ആ കോവിഡ് സമയത്ത് ഏതാണ്ട് ഒരു 3-4 മാസമാണെന്ന് തോന്നുന്നു, തുടർച്ചയായി എല്ലാ ദിവസവും വൈകിട്ട് 1 മണിക്കൂർ
അദ്ദേഹത്തിന്റെ സാരോപദേശമുണ്ടായിരുന്നു. ഉം. ആളുകൾക്ക് പുറത്തെങ്ങും പോകാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും അതിരുന്ന് കേൾക്കുകയും ചെയ്യുമായിരുന്നു. അന്ന് അദ്ദേഹം ഈ പറയുന്നത് പോലെയുള്ള വാക്കുകളൊന്നും അന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഉം. ഇപ്പോൾ ചാരുതയാർന്ന എത്രയോ പദപ്രയോഗങ്ങളാണ് നമ്മുടെ മലയാള ഭാഷയ്ക്ക് പുതിയ എത്രയോ പദങ്ങൾ ഈ അടുത്ത 1-2 മാസത്തിനുള്ളിൽ സംഭാവന ചെയ്തു. അതൊന്നും അന്ന് പറഞ്ഞില്ല. മറിച്ച് എറുമ്പുകൾക്കും പ്രാവുകൾക്കും പറവകൾക്കും എല്ലാം അവരോടെല്ലാം കാരുണ്യം കാണിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ അല്ല, വലിയ എന്റെ ചോദ്യം ആയിക്കോട്ടെ, പക്ഷെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ അത്രത്തോളം ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഈ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞു, പ്രചണ്ഡ പ്രചാരണം നടക്കുകയാണ്. ഈ പ്രചാരണ കാലത്ത് LDFന്റെ സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ഇടതുപക്ഷത്തെ ജനഹൃദയങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അവിടെയാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ഒരു പ്രത്യേകത. UDFന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ്. ഉണ്ട്, എല്ലാവരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ് താൻ. എന്നാൽ ഇവരിൽ ആരൊക്കെ ജയിച്ചു വരുമെന്നോ ഇനി ഉള്ളവരിൽ തന്നെ പലരും ജയിക്കുമെന്നോ തന്നെ യാതൊരു തരത്തിലും എനിക്ക് തോന്നുന്നില്ല. ആർക്കും അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ പോലും കഴിയില്ല ഇവരെല്ലാവരും ജയിക്കുമെന്ന്. സതീശന്റെ പത്രികാ സമർപ്പണം പോലും ഒരു തരത്തിൽ അവതാളത്തിലായി പോയ സമയത്ത് നിന്നാണ് അതിനകത്ത് നിന്ന് കയറുമെന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എങ്കിലും പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് LDFും പല വ്യക്തികളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് UDFും മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ ആരോടൊപ്പം നിൽക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധ്യതയുള്ളത് ആരാണോ അവർക്കൊപ്പമായിരിക്കും നിൽക്കുന്നത്. CPMൽ പോലും LDFിൽ പോലും ഇതിനു മുമ്പ് ശ്രീ ഗോപകുമാർ, നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഇന്നാരായിരിക്കും മുഖ്യമന്ത്രി എന്ന് LDF ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുള്ളപ്പോൾ പറഞ്ഞ ആളിനെ ആക്കിയിട്ടുണ്ടോ? കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും. ഭരിച്ചത് EK നായനാര. പിന്നെ VS മുഖ്യമന്ത്രി ആകും എന്നെല്ലാവരും കരുതിയിരിക്കുമ്പോൾ മാരാരിക്കുളത്ത് VS തോക്കും. VS ജയിക്കുമ്പോൾ LDF തോക്കും. അദ്ദേഹം തന്നെ സ്വതസിദ്ധമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു 2021 ഒരു തെരഞ്ഞെടുപ്പും ഒഴിച്ചു നിർത്തിയാൽ ഒരു തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന രീതിയിൽ ഇന്ന മുഖ്യമന്ത്രിക്ക് വീണ്ടും ഒരു അവസരം എന്നുള്ള ഒരു പ്രചരണം LDFോ UDFോ ആരുമേ 2016 ഉമ്മൻചാണ്ടിക്ക് ഒരു തുടർഭരണം എന്നുള്ളത് ഒരു സാധ്യതയായിരുന്നില്ലേ? അത് പക്ഷേ തള്ളിക്കളയുന്നത് നിങ്ങളുടെ ഈ ഇതേ കോൺഗ്രസ് അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസ്സുകാർ തന്നെയല്ലേ അത്തരത്തിൽ ഉണ്ടാക്കിയെടുത്തത്? ആ ഒരു സമീപനമല്ലായിരുന്നു അന്നത്തെ? അവിടെ ഉമ്മൻചാണ്ടി 2.0 എന്നൊരു വാക്ക് ആരും ഉച്ചരിച്ചിട്ടില്ല. ചരിത്രം മുഴുവൻ എടുത്തു വെച്ച് നമ്മൾ അരിച്ചു പറക്കി നോക്കിയാലും ഉമ്മൻചാണ്ടി 2.0 എന്നും പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എല്ലാ ഗവൺമെന്റുകളും എല്ലാ പാർട്ടികളും ഭരണത്തിൽ ഇരിക്കുമ്പോൾ അടുത്ത വീണ്ടും ഞങ്ങൾക്ക് അവസരം തരണമെന്ന് പറയും. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇതങ്ങനല്ലല്ലോ. ഈ ഒരൊറ്റ വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് കേരളം പോകുന്നത് എന്നുള്ള ഒരു രീതിയിൽ ആ പാർട്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പാർട്ടി ഇല്ല എന്നാണ് താങ്കൾ? ആ പാർട്ടി അല്ല, ഈ പറയുന്ന രീതിക്കാണ് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിനെ മരണമില്ലാത്ത മനുഷ്യനായി പ്രഖ്യാപിക്കേണ്ടി വരും. ശരി. അപ്പൊ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ 2026 സാധ്യത എന്ന് പറയപ്പെടുന്നത് ആർക്കായിരിക്കും? സാധ്യത ഒരു സംശയവും വേണ്ട, അത് UDFന് തന്നെയാണ്. കാരണം ഇവിടെ ഇപ്പോൾ നേരിട്ടുള്ള 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമല്ല, 3 മുന്നണികൾ തമ്മിലുള്ള മത്സരമാണെന്നൊക്കെ നമുക്ക് പറയാം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ കേന്ദ്രത്തിൽ നിന്നും വരാം, എല്ലാം ചെയ്യാം. പക്ഷേ മത്സരം ആര് തമ്മിലാണെന്ന് ചോദിച്ചാൽ എല്ലാ പേർക്കും അറിയാമല്ലോ, അത് LDFും UDFും തമ്മിലാണ് എന്നുള്ള. NDA 1-2 സീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരം മാത്രമാണ്. അപ്പോ LDFന്റെ 2 ഗവൺമെന്റുകൾ വന്നു. ആ ഗവൺമെന്റുകൾക്ക് അവരുടേതായ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചിട്ടാണെങ്കിൽ ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല, എല്ലാ മേഖലയിലും നമ്പർ 1 ആയെന്നാണ്. എല്ലാ മേഖലയിലും നമ്പർ 1 ആയെങ്കിൽ ഇനി പുതിയതായിട്ട് പ്രകടന പത്രികയിൽ ഇത്രയും വാഗ്ദാനങ്ങൾ എന്തിനാ? എന്റെ ചോദ്യം അതാണ്. ഇവിടെ എല്ലാവർക്കും വീടായി എന്നാണ് അവകാശപ്പെടുന്നത്. എല്ലാവർക്കും വീടായെങ്കിൽ പിന്നെ അവർക്കൊക്കെ രണ്ടാമതൊരു വീടിന്റെയും കൂടെ ആവശ്യമുണ്ട്. എല്ലാവർക്കും ജോലിയായി. എല്ലാവർക്കും ജോലിയാണെങ്കിൽ ഒരാളിന് ഒരു സമയം ഒരു ജോലി പോരെ? എല്ലാവരുടെയും അസുഖങ്ങൾ മാറി ആശുപത്രികളെല്ലാം റെഡിയായി. ഇനി പുതിയ ആശുപത്രി എന്തിന്? അപ്പോൾ ഈ നമ്മളുടെയൊക്കെ നാട്ടിൽ ഈ വിവാഹാലോചനയ്ക്ക് വരുമ്പോൾ ഗ്രഹനാഥൻ കോടീശ്വരനാണ്.
ആ അവരിയ്ക്കുമ്പോൾ തന്നെ ഇൻകം ടാക്സുകാരൻ വന്നാൽ പാപ്പരാണെന്നും കൂടെ പറയും. അതുപോലെയാണ് ഇവിടെ ഭരണ നേട്ടങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഗവൺമെന്റും പാർട്ടിയും കൂടെ വരുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് എന്താണെന്ന് ചോദിക്കുമ്പോൾ വീടില്ലാത്തവർക്ക് വീട്. അപ്പൊ നേരത്തെ എല്ലാവർക്കും വീട് കൊടുത്തെന്ന് പറഞ്ഞതോ വിഴുങ്ങേണ്ടി വരും. അവിടെയാണ്. പക്ഷേ ജനങ്ങൾ ഇങ്ങനെ ഒന്നും കൃത്യമായി ഓർമ്മിച്ച് വെക്കുകയില്ല. ശരി, ആയിക്കോട്ടെ. അപ്പൊ ഭരണവിരുദ്ധം വികാരമുണ്ട്, ഒപ്പം UDF അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് താങ്കൾ പറഞ്ഞെങ്കിൽ നമുക്ക് ഈ ഇലക്ഷന്റെ ഒരു പ്രക്രിയയിലേക്ക് പോയി കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ളവർ അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥികളെ നോക്കിക്കാണുന്നതൊക്കെ കാണുമല്ലോ. അപ്പോൾ താങ്കൾക്കും അത്തരത്തിലൊരു വീക്ഷണകോണുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വാഭാവികമായിട്ടും ഞാനും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ താങ്കൾ ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലേക്ക് വന്നാൽ, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ജില്ലയിലെ ഒരു പ്രാതിനിധ്യം, ഒപ്പം തന്നെ ഈ നിയോജക മണ്ഡലങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ ആ നിയോജക മണ്ഡലങ്ങളിൽ വിജയിക്കാൻ സാധ്യതയുള്ളവർ അല്ലെങ്കിൽ അവിടുത്തെ മത്സരം എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? തലസ്ഥാന ജില്ല 14 നിയോജക മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയാണ്. മൊത്തം സീറ്റുകളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്ത്, മലപ്പുറം കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരമാണ്. നിലവിൽ അവിടെ 13 സീറ്റുകൾ LDFിൻ്റെതാണ്. ഒരൊറ്റ സീറ്റിലാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് നിൽക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം ഒരു UDF ശക്ത ഒരു ജില്ലയായിരുന്നു. അത് കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഏതാണ്ട് തുല്യമായി വന്നു. തുല്യം വലിയ വ്യത്യാസമൊന്നുമില്ലാതെ. ഈ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഈ മൃഗീയ ഭൂരിപക്ഷമായ 1-നെതിരെ 13 സീറ്റ് എന്നുള്ള ഒരു നില അവർക്ക് കിട്ടിയത്. അല്ല, അവിടെയാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നത് മാത്രം, ഈ 2001 കാലഘട്ടം, 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടം, പിന്നെ 2006 മുതൽ 2011 വരെ അച്യുതാനന്ദൻ കാലഘട്ടം, ഈ കാലഘട്ടം കഴിയുമ്പോഴാണ് BJPയുടെ ഒരു വല്ലാത്ത വളർച്ച എല്ലായിടങ്ങളിലും ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ പോലെ ഈ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ UDFന്, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെയധികം മേൽക്കൈ നേടിക്കൊടുത്തിട്ടുള്ള ഒരു തട്ടകമാണ് ഈ തലസ്ഥാന ജില്ല എന്ന് പറയുന്നത് പലവട്ടം. പക്ഷെ അതിൻ്റെ ആ സാധ്യതകളെ ഇല്ലാതാക്കിയതിന് പിന്നിൽ BJPയുടെ വല്ലാത്ത ഒരു അപ്രമാദിത്വവും ഒപ്പം തന്നെ അവരുടെ കുതിച്ചുകയറ്റവും ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ വോട്ട് ബാങ്കുകൾ രൂപീകൃതമാകുന്നത് ഇങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ വളർച്ചയല്ലേ UDFനെ തളർത്തിയത്? അത് ഒരു ഘടകം ആണ്. ആ ഒരൊറ്റ ഘടകം കൊണ്ട് മാത്രമല്ല കോൺഗ്രസിന്റെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകാൻ കാരണമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഈ പറഞ്ഞ പോലെ BJPയുടെ വളർച്ച തിരുവനന്തപുരത്ത് കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ CPMന്റെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ നേമം നിയോജക മണ്ഡലത്തിൽ BJPയുടെ അക്കൗണ്ട് പൂട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രീ K മുരളീധരൻ അവിടെ മത്സരിച്ചത്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഒരു പരിധി വരെ ബാക്കി നിയോജക മണ്ഡലങ്ങളിൽ പോലും അത് തിരിച്ചടിക്ക് ഇടവരുത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അവിടെ ആളുകൾ ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ്. 140 സീറ്റ് ഉള്ളിടത്ത് കേവലം O രാജഗോപാൽ ഒരു MLA ആയിട്ട് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് പകരം ശ്രീ കുമ്മനം ഒരു MLA ആയിട്ടിരിക്കുന്നത് കൊണ്ട് എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ഒരല്പം ഒരു ഹൈന്ദവ വികാരം, അവര് തീവ്രവാദികളോ BJPയോ ഒന്നുമല്ല, സംഘപരിവാറോ ഒന്നുമല്ല, പക്ഷെ ഒരല്പം ഹൈന്ദവ സ്നേഹമുള്ളവർ അവരങ്ങനെ ചിന്തിച്ചു. അങ്ങനെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കുറെ പേര് ചിന്തിച്ചു. ആ ചിന്ത സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയായി. അവർ ശാശ്വതമായി ഈ കോൺഗ്രസിന് വിരുദ്ധമായി വോട്ട് ചെയ്യുമെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ പറയുമല്ലോ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അങ്ങനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തെ എല്ലാ മണ്ഡലങ്ങളിലും ആ അർത്ഥത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് വിലയിരുത്തൽ. എന്നാൽ അതിന്റെ നേട്ടം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഈ അക്കൗണ്ട് പൂട്ടിയതിന്റെ നേട്ടം കിട്ടിയതുമില്ല, ഉള്ള കുറെ വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്. പക്ഷെ ഇപ്രാവശ്യം സംഭവിക്കുന്നത് എങ്ങനെ പോയാലും 14ന്റെ നേർപകുതി 7 സീറ്റ് UDFന്, 7 സീറ്റ് UDFന് ഏത് സാഹചര്യത്തിലായാലും കിട്ടും അത്തരത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള 7 സീറ്റുകൾ ഏതൊക്കെ?
അത് സ്വാഭാവികമായും ഇപ്പോൾ ഏറ്റവും അനുകൂലമായി പറയാവുന്നത് തിരുവനന്തപുരം സെൻട്രലാണ്. CMP മത്സരിക്കുന്ന CP ജോൺ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടേതായിട്ടാണെങ്കിലും എതിർപക്ഷത്തുള്ള അത് ഒരു സ്വതന്ത്രനായ സ്ഥാനാർത്ഥിയാണെന്നുള്ളത് കൊണ്ടും എല്ലാ അർത്ഥത്തിലും BJPയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ഒരു നിലവാരവും ഒക്കെ വെച്ച് നമ്മൾ നോക്കിയാൽ സ്വാഭാവികമായിട്ടും ആ സീറ്റ് ഉറപ്പാണ്. ഒപ്പം ഈ തീരപ്രദേശത്തെ ജനങ്ങൾ ഒന്നടക്കം, ന്യൂനപക്ഷ സമുദായങ്ങൾ ഒന്നടക്കം ഒക്കെ ഇപ്രാവശ്യം UDFനോടാണ് 90% പേരും എന്നുള്ളത് എല്ലാ നിയോജകമണ്ഡലം കേരളത്തിൽ മൊത്തത്തിലും തിരുവനന്തപുരം സെൻട്രലിൽ പ്രത്യേകിച്ചുമുണ്ട്. അതൊക്കെ കൊണ്ട് ആ സീറ്റ് തീർച്ചയായിട്ടും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ CP ജോൺ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം താങ്കൾ പറഞ്ഞ പോലെ ചിലപ്പോൾ നേരായിരിക്കാം, അത്തരത്തിൽ വിജയിക്കുവാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. കാരണം അദ്ദേഹം പലവട്ടം പല സ്ഥലങ്ങളിൽ മത്സരിച്ച് പരാജയപ്പെട്ട അവസാനം മത്സരം തന്നെ നിർത്തിയ ഒരാളാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തപ്പോൾ അതിന്റെ ഒരു അപ്രമാദിത്വം UDFനുണ്ട് താനും. ഇനി അതല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു മണ്ഡലം ഇപ്പോൾ നിലവിലുള്ള മണ്ഡലം തന്നെയായ കോവളമാണ്. ശ്രീ M. വിൻസെന്റ് അദ്ദേഹം 2 തവണ ജയിച്ചു. ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ഏറ്റവും കൂടുതൽ വോട്ടുള്ള മണ്ഡലമാണ്. 2,06,000 വോട്ട് എന്തോ ഉണ്ട്. അവിടെയും ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അദ്ദേഹത്തിന് അനുകൂലമാണ്. LDFിൽ നിന്നും വരുന്നത് ജനതാദളിന്റെ സ്ഥാനാർത്ഥിയാണ്. BJP അത്ര അപ്രമാദിത്യമൊന്നുമുള്ള സ്ഥലവുമല്ല. അതുകൊണ്ട് ആ സീറ്റും തീർച്ചയായിട്ടും ലഭിക്കും. അത് കഴിഞ്ഞ് വാമനപുരത്ത് ഇപ്രാവശ്യം വാമനപുരം എത്രയോ വർഷങ്ങൾ കൊണ്ട് LDFന്റെ കൈകളിൽ കോട്ടയാണത്. അത് ഭൂരിപക്ഷം കുറച്ച് കഴിഞ്ഞ തവണ ശ്രീ ആനാട് ജയൻ 10,000-ൽ കൊണ്ടുവന്ന് നിർത്തി. അത് ഈ കിളിമാനൂര് പഞ്ചായത്ത് അല്ല, കിളിമാനൂരിന്റെ അന്ന് നമുക്ക് ഒരു കാലഘട്ടത്തിൽ കിളിമാനൂർ നിയോജക മണ്ഡലം ഉണ്ടായിരുന്നല്ലോ. അതെ, ആ സമയത്തിന് ഈ LDFന്റെ സാധ്യത വളരെ കൂടുതലായിരുന്നു. അവിടെ മിക്കവാറും വിജയിച്ചു കയറുന്നത് സംഭരണ മണ്ഡലമായിരുന്നു. അപ്പൊ അവിടെ ഇപ്രാവശ്യം സുധീർ ഷാപ്പാലോടാണ്. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിന്റെ 6,000 വോട്ടിന് അവിടെ ജയിച്ച വ്യക്തിയാണ്. വ്യക്തിപരമായി നല്ല ഒരു ജനകീയനാണ്. യൂത്ത് കോൺഗ്രസിന്റെ സമരമുഖങ്ങളിൽ സജീവമായി നിന്ന ആളാണ്. ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും ആ മണ്ഡലം, പിന്നെ LDFന്റെ സ്ഥാനാർത്ഥിയെ 2 പ്രാവശ്യമായി ജയിച്ച ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പുതിയ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായതുകൊണ്ട് ആ സീറ്റും തീർച്ചയായിട്ടും ഉറപ്പാണ്. പിന്നീട് നെയ്യാറ്റിൻകര DCC പ്രസിഡന്റ് മുൻ സ്പീക്കർ കൂടിയായ ശ്രീ N. ശക്തനാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ അദ്ദേഹം ജനിച്ചു വളർന്ന ഒരു സ്ഥലമാണ്. തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനാണ്. മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു. സാമുദായികവും ജനകീയവും സാമൂഹ്യവുമായ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. നെയ്യാറ്റിൻകരയും ശ്രീ സെൽവരാജിന്റെ സമയം വരെ 2 പ്രാവശ്യത്തിന് മുമ്പ് വരെ 2016 വരെയും അത് UDFന്റെ ഒരു ഉറച്ച സീറ്റായിരുന്നു. തമ്പാനൂർ രവി 3 പ്രാവശ്യം ജയിച്ചതാണ്. സെൽവരാജ് രാജിവെച്ച് CPMൽ നിന്ന് വന്ന് മത്സരിച്ചപ്പോഴും ജയിച്ച സീറ്റ്, ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നെയ്യാറ്റിൻകര നമ്മൾക്ക് 4ാമത്തെ ഒരു സീറ്റായിട്ട് അത് നമ്മൾ പറയണം. പിന്നീട് വർക്കല, ശ്രീ വർക്കല കഹാർ, അദ്ദേഹം 3 പ്രാവശ്യം അവിടെ MLA ആയിരുന്ന ആളാണ്. അതേപോലെ വർക്കല ശിവഗിരിയുമായി ബന്ധപ്പെട്ടും സാമുദായികമായിട്ടും ഒക്കെ വലിയ അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ട്. കോൺഗ്രസിനകത്ത് വലിയ വിമത ശല്യങ്ങളോ അങ്ങനെയൊന്നും തന്നെ ഈ തവണ അവിടെ പ്രത്യേകിച്ചില്ല. അങ്ങനെയുള്ള ഘടകങ്ങൾ ഒക്കെ തന്നെ. അതുപോലെ ശ്രീ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ SNDPയിൽ നിന്നുള്ള കോടതി വിധികളും എല്ലാം ശ്രീ വർക്കല കഹാറിനും ഒക്കെ അനുകൂലമായിട്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടും പിന്നെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും ഒക്കെ കൂടി അതും തീർച്ചയായിട്ടും ഉറപ്പിക്കാം എന്നുള്ള ഒരു സീറ്റായി കാണുകയാണ്. പിന്നെ വട്ടിയൂർക്കാവ് ശ്രീ K. മുരളീധരൻ 7 വർഷം MLA ആയിരുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോഴും ഈ മറ്റു പല മണ്ഡലങ്ങളിലും വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞ ഉടൻ അവർക്ക് ഓർമ്മ വരുന്നത് K. മുരളീധരൻ MLA എന്നാണ്. പ്രശാന്ത് 2 തവണ ഉപതെരഞ്ഞെടുപ്പിലും അല്ലാതെയും ജയിച്ചു എങ്കിലും വട്ടിയൂർക്കാവ് എന്നുള്ള ആ ഒരു സ്ഥലം ശ്രീ K. മുരളീധരനുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമാണ്.
അത് മാത്രമല്ല ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ പ്രചരണം അദ്ദേഹത്തിനായിരുന്നു. അതിന്റെ തൊട്ട് പിറകിനാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വട്ടിയൂർക്കാവും നമുക്ക് ആ അർത്ഥത്തിൽ ഉറച്ച സീറ്റായിട്ട് വരാം. ഇനി ആ കണക്ക് കൂട്ടലിൽ പിന്നെ ഞാൻ കാണുന്ന പിന്നെ സാധ്യതയുള്ള ഒരു സീറ്റാണ് ചിറയൻകീഴിൽ ശ്രീമതി രമ്യ ഹരിദാസ്. രമ്യ ഹരിദാസ് എന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ ആരും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടില്ല. അവിടെ CPIയുടെ സിറ്റിംഗ് MLA അല്ല മത്സരിക്കുന്നത്, അവിടെ പുതിയ സ്ഥാനാർത്ഥിയുമാണ്. ആ സാഹചര്യങ്ങളും ഒക്കെ അനുകൂലമാണ്. അതുകൊണ്ട് അതിലൊക്കെ ഉപരി ഒരു സ്ത്രീപക്ഷ ഒരു മുന്നേറ്റം ഇത്തവണ UDFന് അനുകൂലമായിട്ടുണ്ടാകും. അത് അവരുടെ പ്രകടന പത്രികയുടെ നേട്ടമാണ്. KSRTCയിൽ സൗജന്യ യാത്ര, സർവകലാശാല കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ, ആരോഗ്യ ഇൻഷുറൻസ്, അതുപോലെ കിടപ്പ് വയോജനങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഒരു അനുകൂല സമീപനം എടുത്തിരിക്കുന്നത് കൊണ്ട് അവിടെയും തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ ഏതാണ്ട് 7 സീറ്റുകളാണ് നമ്മൾ നിലവിൽ UDFന് ആ 7 സീറ്റുകൾ ഉറച്ച തലസ്ഥാന ജില്ലയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇതിനകത്ത് നമുക്ക് ചില സീറ്റുകൾ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തിരുവനന്തപുരം, കോവളം, വാമനപുരം, മറ്റൊന്ന് നെയ്യാറ്റിൻകര, വർക്കല, വട്ടിയൂർക്കാവ്, ചിറയൻകീഴ് 7 മണ്ഡലങ്ങളാണ്. ഇതിൽ ഇപ്പോൾ വട്ടിയൂർക്കാവ് എന്ന് പറയപ്പെടുന്നത് BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആണോ എന്നറിയില്ല. എന്തായാലും A ക്ലാസ് മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയത് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. വലിയ ഡീൽ വിവാദമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ ശ്രീലേഖ IPS ആണ് വട്ടിയൂർക്കാവിലെ BJPയുടെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി പോരാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ആത്മവിശ്വാസം ഉണ്ടാകുന്നത് അവിടെ UDFന് വിജയിച്ച് കയറാൻ കഴിയുമെന്നത്? എന്തുകൊണ്ടാണ് അത്തരത്തിൽ തോന്നുന്നത്? എനിക്ക് പല മണ്ഡലങ്ങളിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ തിരുവനന്തപുരം സെൻട്രൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. CP ജോൺ ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്. മാത്രമല്ല CP ജോൺ പലവട്ടം പരാജിതനാണ്. മാത്രമല്ല ഒരു MLA അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ആരായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് CP ജോൺ. അദ്ദേഹത്തിന് വിജയിപ്പിക്കേണ്ട ഒരു ബാധ്യത അവിടുത്തെ ജനങ്ങൾ കൊണ്ടുവരണം. അത് ആയിക്കോട്ടെ, അങ്ങനെ വിജയിച്ചാൽ നല്ലത്. മറ്റൊന്ന് കോവളത്താണ് വിൻസെന്റ് ആണ്. വിൻസെന്റിന്റെ സാധ്യതകളൊക്കെ താങ്കൾ പറഞ്ഞ പോലെ ചിലപ്പോൾ അതൊരു ജാതീയമായിട്ടുള്ള വോട്ടുകളുടെയൊക്കെ ഒരു പിൻബലമൊക്കെ ആയിരിക്കാം. എന്തായാലും വിൻസെന്റിന്റെ സാധ്യതകളെയും തള്ളിക്കളയുന്നില്ല. എന്നാൽ വാമനപുരം സുധീർ ഷാ പാലോടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സുധീർ ഷാ പാലോടിന്റെ ജനകീയതയും നമ്മൾ മാനിക്കുന്നു. പക്ഷെ ഇന്ന് വരെ അറിയാതിരുന്നൊരു മുഖം ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഏതു തരത്തിലായിരിക്കും പ്രതികരിക്കുക? അങ്ങനെയുള്ളൊരു ചോദ്യം എനിക്ക് അതിനകത്തുണ്ട്. അതിനകത്ത് അപകടമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ കൂടിയും താങ്കൾ പറഞ്ഞ പോലെ DK മുരളി 2-3 വട്ടമായിട്ട് അവിടെ മത്സരിച്ച് വിജയിക്കുന്നുണ്ട്. ജനങ്ങളോടൊപ്പം ഇടപഴകി മുന്നോട്ട് പോകുന്ന ഒരു സഖാവ് കൂടിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ സാധ്യതകളെ നമുക്ക് ചിലപ്പോൾ തള്ളിക്കളയാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്കൾ പറഞ്ഞതിനും മറ്റൊരു തരത്തിൽ ഞാൻ പറയുകയാണ്. മറ്റൊന്ന് നെയ്യാറ്റിൻകരയാണ്. ആയിരിക്കാം, ശക്തമായ ആളുകൾക്ക് വളരെ സ്വാധീനമുള്ള ഒരു മേഖലയാണ് നെയ്യാറ്റിൻകര എന്ന് പറയപ്പെടുന്നത്. അതിനെയും ആ തരത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കി കാണുകയും ചെയ്യാം. മറ്റൊന്ന് വർക്കലയിലേക്ക് പോകുകയാണെങ്കിൽ വർക്കല കഹാറാണ് അവിടെ മത്സരിക്കുന്നത്. വർക്കല കഹാറിന്റെ സാധ്യതകളെ നമുക്ക് താങ്കൾ പറഞ്ഞ പോലെ ഒന്ന് പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ ജോയി ആണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിട്ടുള്ളത്. പക്ഷെ ജോയി അങ്ങനെ തള്ളിക്കളയാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത് മാത്രമാണ്, ഇത് എൻ്റെ വിയോജിപ്പുകളാണ് ഞാൻ പറയുന്നത്. മറ്റൊന്ന് വട്ടിയൂർക്കാവിൽ, അത് ഞാൻ പറഞ്ഞ പോലെ അവിടെ BJPയുടെ സാധ്യതകളെ മാറ്റി മുരളീധരനെ പ്രതിഷ്ഠിക്കണമെങ്കിൽ BJPയുടെ വോട്ടുകൾ ആർക്ക് അനുകൂലമായി ലഭിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ BJPയുടെ വോട്ടുകൾ മുരളീധരന് അല്ലെങ്കിൽ UDFന് ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അതിലേക്ക് എത്താം. ചിറയൻകീഴുമായിട്ട് ബന്ധപ്പെട്ട് ചിറയൻകീഴിന്റെ സാരഥിയാവാൻ പോകുന്നത് രമ്യ ഹരിദാസ് ആണ്. നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിനകത്ത് മറ്റൊരു സ്ത്രീയും ഒരു പെൺകുട്ടിയും ഇല്ലാത്തതുപോലെയാണ് ഒരു ആളെ നിങ്ങളങ്ങ് ഈ പറഞ്ഞ പോലെ വടക്കൻ ജില്ലകളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുവാനുള്ള ഒരു സാധ്യതയൊക്കെ ഒരു ധൈര്യമൊക്കെ കാണിച്ചത്. ശരി, ആയിക്കോട്ടെ, അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. ഇവിടെ സ്ത്രീകളില്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നതെന്ന് ഇവിടുത്തെ സ്ത്രീകൾ ചിന്തിച്ചാൽ അതിനെയും കുറ്റം പറയാൻ കഴിയില്ല. എന്തായാലും ചിറയൻകീഴ് പോലൊരു സംഭരണ മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് ജയിക്കുമെന്നുള്ളത് നിങ്ങളുടെ വലിയ ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം എന്ന് പറയപ്പെടുന്ന മെയ് 4-ാം തീയതി മാത്രമായിരിക്കും തിരിച്ചറിയാൻ കഴിയുക. അതിലേക്കും വരാം. പക്ഷേ ഈ 7 സീറ്റുകളിൽ താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ ഇതിനോട് യോജിക്കുന്നത് തിരുവനന്തപുരത്തും കോവളത്തും നെയ്യാറ്റിൻകരയിലും ഒപ്പം വർക്കലയിലുമാണ്. ബാക്കിയുള്ള സീറ്റുകളുടേത് ഒരു 50-50 ചാൻസിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സാധ്യതയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. ഇനി താങ്കളുടെ വാദങ്ങളിൽ നിന്നും മറ്റുള്ള 7 മണ്ഡലങ്ങൾ ഉണ്ടല്ലോ, ആ മണ്ഡലങ്ങളിൽ LDFന്റെ സാധ്യതയാണ് കാണുന്നത്. LDFന്റെ സാധ്യത എന്നുള്ളതിലുപരി അവിടെ ഒരു തുല്യം ആർക്കും LDFനും UDFനും രണ്ടിൽ ആർക്ക് വേണമെങ്കിലും ജയിക്കാൻ പറ്റുന്ന സാഹചര്യം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അല്ലാതെ ഏകപക്ഷീയമായി LDFന് ഉറപ്പ് എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പൊ നമ്മൾ ഈ കുട്ടികളോട്
6 പരീക്ഷ ഉണ്ടെങ്കിൽ ഉം. 6 വിഷയം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അവൻ കണ്ണുമടച്ച് A+ വാങ്ങുന്ന 3 വിഷയത്തിന്റെ പേര് പറയും. ഉം. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ ഫസ്റ്റ് ക്ലാസ് കിട്ടും, ചിലപ്പോൾ ഡിസ്റ്റിങ്ഷൻ കിട്ടും. അത് അവന് തന്നെ ഉറപ്പില്ല എന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ ഉം. തോൽക്കില്ല എന്നുള്ള ഒരു വിശ്വാസവും കാണും. ഉം. ആ രീതിയിലാണ് നമ്മൾ ഈ 7 എന്ന് പറഞ്ഞത്. ഉം. ആ 7 എന്നുള്ളത് ഉം. ഈ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു സംഗതി വരുമ്പോൾ ഉം. ഇപ്പോ ഈ കൊല്ലം ജില്ല CPM-ന്റെ ഈറ്റില്ലം എന്ന്, കണ്ണൂരിനേക്കാൾ വലിയ ജില്ല എന്ന് പറഞ്ഞത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടപടലം താഴെ പോയില്ലേ. ഉം. അപ്പൊ അങ്ങനെയുള്ള ചില ജയപരാജയങ്ങൾ ഉം. കോഴിക്കോട് ജില്ല, ഉം. അതേപോലെയുള്ള ട്രെൻഡ് സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം ഉം. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉം. 50 കൊല്ലത്തെ CPM ഭരണം അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു പൊതു ചർച്ച. ഉം. ആ ഭരണം അവസാനിക്കണമെങ്കിൽ ആർക്കോട്ട് കൊടുത്താലേ ഭരണം മാറൂ എന്ന് കോർപ്പറേഷനിലെ ആളുകൾ ചിന്തിച്ചപ്പോൾ ഉം. അത് 35 സീറ്റുള്ള BJPക്ക് ആയിരിക്കും സാധ്യത എന്ന് കണ്ടതുകൊണ്ടാണ് അവരുടെ മേയർ വന്നത്. 10 കൊല്ലം കഴിഞ്ഞ കേരളത്തിന്റെ തുടർഭരണം മാറ്റാൻ ആരെ കൊണ്ടാകുമെന്ന് ചോദിച്ചാൽ അത് BJPയുടെ 2ഓ 3ഓ എത്ര പേര് ജയിച്ചാലും കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് BJPക്ക് ആ വോട്ട് ചെയ്ത് CPM-നെയും LDF-നെയും ജയിപ്പിക്കുന്നതിന് പകരം ഭരണമാറ്റം സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകണമെങ്കിൽ സ്ഥാനാർത്ഥി ആര് എന്നുള്ള നല്ല വിഷയം, ചിഹ്നം ആരാണ്, ആ മുന്നണി ഏത് വരണം, ശരി, അത് UDF വരണം. ആ അർത്ഥത്തിൽ ഈ പറയുന്ന അരുവിക്കരയോ അതേപോലെ പാറശാലയും ഇവിടെ നേമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഒക്കെ സാധ്യതയാണ്. ശരി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം, കോവളം, വാമനപുരം, നെയ്യാറ്റിൻകര, വർക്കല, വട്ടിയൂർക്കാവ്, ചിറയൻകീഴ്. ഇനി നമുക്ക് പറയാനുള്ള 7 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് സാധ്യതാ പട്ടികയിലേക്ക് വരികയാണെങ്കിൽ അതിനകത്തുള്ളത് നേമവും പാറശാലയും അരുവിക്കരയും കാട്ടാക്കടയും നെടുമങ്ങാടും മറ്റൊന്ന് ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ളത് അല്ലേ? അതെ, ഇത്രയും 7 സീറ്റുകൾ 7 സീറ്റുകളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ ആ 7 സീറ്റുകളുടെ സാധ്യത എന്ന് പറയപ്പെടുമ്പോൾ അതിനകത്ത് UDF-ന് സാധ്യതകളൊന്നും ഇല്ല എന്നുള്ള ചോദ്യമാണ്. BJPയുടെ ഏറ്റവും വലിയ A ക്ലാസ് മണ്ഡലമാണ് നേമം. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ അവിടെ വിജയിക്കാൻ കഴിയുന്ന LDF-നാണോ? നേമത്ത് ഞാൻ വിലയിരുത്തുന്നത് അനുസരിച്ച് അവിടെ മത്സരം UDF-ഉം BJP-യുമായിട്ടാണ്. തിരിച്ച് CPM-ന്റെ സ്ഥാനാർത്ഥിയുമായിട്ടല്ല എന്നുള്ളതാണ്. അതിന് കാരണവുമുണ്ട്. ഇപ്പോ SDPI-യുടെ പിന്തുണ CPM-നെയും മുഖ്യമന്ത്രിയെയും ഇപ്പോൾ ഈ നിമിഷം വരെയും വേട്ടയാടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ SDPI-യുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അടുത്ത മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ശ്രമിക്കുന്ന ആ വ്യക്തി പറയുന്നില്ല എന്ന സന്ദേശം എന്ത് വലിയ സന്ദേശമാണ്. അവിടെയാണ് ഇപ്പുറത്തെ UDF കൃത്യമായി പറയുന്നു, SDPI-യുടെ എന്നല്ല, വർഗീയ ശക്തികളുടേതായ ഓരോട്ടും വേണ്ട. വ്യക്തികൾ എന്നുള്ള നിലയിൽ ആരെങ്കിലുമൊക്കെ വോട്ട് ചെയ്യുന്നോ ഇല്ലയോ എന്ന് നമ്മൾക്ക് പറയാനൊക്കില്ല. നമ്മളോട് പറഞ്ഞുകൊണ്ടാണോ വോട്ട് ചെയ്യുന്നത്? പക്ഷെ ഒരു പാർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ SDPI-യുടെ വോട്ട് വേണ്ട എന്ന ശക്തമായ നിലപാട് UDF എടുത്തിട്ടുണ്ട്. അതിന് എല്ലാ പാർട്ടികളിൽ നിന്നും, എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും വലിയ പിന്തുണ കിട്ടും. അത് നിയമത്തെ തിരിച്ചടിക്കും. ഒപ്പം ഇവിടെ വർഗീയ ശക്തികളുടെ ഒന്നിന്റെയും വോട്ട് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് CPM പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പുറത്തെ ജമായത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് എടുക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അത് തിരുവനന്തപുരം നേമം മണ്ഡലത്തിൽ ശബരിനാഥന് അനുകൂലമായി വരും. മറ്റൊന്ന്, ആ 2 സ്ഥാനാർത്ഥികൾ ഏതാണ്ട് 2 പേരും ടെക്നോക്രാറ്റുകളാണെന്ന് പറയാം. രാജീവ് ചന്ദ്രശേഖറും വെറും പൊളിറ്റീഷ്യൻ അല്ല, ശബരിനാഥും. അതിൽ ചെറുപ്പവും നിലപാടും പൊളിറ്റിക്കലും ഒക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഈ ശബരിനാഥിന് അനുകൂലമാണ്. SDPI എന്ന് ഉള്ള അത് പറയുമെങ്കിലും മുസ്ലിം സമുദായം അതിനോട് യോജിക്കുന്നില്ല. കാരണം എന്താ? PM ശ്രീ ഒപ്പിട്ടിട്ട് രഹസ്യമാക്കി വെച്ച ആ വ്യക്തിയാണ് ശ്രീ ശിവൻകുട്ടി. PM ശ്രീയെ നഖശികാന്തം എതിർത്ത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ PM ശ്രീയെ എതിർക്കുന്നത് എന്ന് പറഞ്ഞവർ ഒപ്പിട്ട് രഹസ്യമാക്കി വെച്ചു. അവരുടെ തന്നെ ലേബർ കോഡ് ഒപ്പിട്ട് രഹസ്യമാക്കി വെച്ചത് ഈ വ്യക്തിയാണ്. 1 മണിക്കൂർ കഴിഞ്ഞു. എന്താ പറഞ്ഞ
ശബരിനാഥന്റെ അല്ല, നമ്മളിപ്പോ താങ്കൾ പറഞ്ഞു വെക്കുന്നത് ശബരിനാഥനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷെ നിയമം എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നിയമം ഒരു കിട്ടാക്കനി പോലെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അത് LDF-നാണെങ്കിലും UDF-നാണെങ്കിലും ആർക്കാണ് ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. അതിന്റെ അത്രത്തോളം സാധ്യതകൾ, ശബരിനാഥന്റെ സാധ്യതകളൊക്കെ ഞാൻ മാറ്റിവെക്കുകയാണ്. താങ്കൾക്ക് ആ അഭിപ്രായം ഉള്ളത് നല്ലത് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ചില LDF-ന്റെ മണ്ഡലങ്ങളെന്ന് താങ്കൾ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ LDF-ന്റേതായിട്ടുള്ള ചില മണ്ഡലങ്ങൾ ഉണ്ട് താനും. ആ മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള മണ്ഡലങ്ങൾ തിരുവനന്തപുരം, കോവളം, വാമനപുരം, നെയ്യാറ്റിൻകര, വർക്കല, വട്ടിയൂർക്കാവ്, ചിറയൻകീഴ് മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങൾ കോൺഗ്രസിനാണെന്നാണ് ഞാൻ പറഞ്ഞത്. പറയാൻ പറ്റും, തിരുവനന്തപുരത്തും ഒന്ന് കോവളത്തും, തിരുവനന്തപുരം സെൻട്രല്, പിന്നെ ഒന്ന് കോവളം, മറ്റൊന്ന് നെയ്യാറ്റിൻകര, അടുത്തത് വർക്കലയാണ്. ഈ 4 മണ്ഡലങ്ങൾ ഷുവർ ആയിട്ട് അവർക്ക് കിട്ടുവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ. അതുപോലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞു വെച്ച മറ്റു മണ്ഡലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കാട്ടാക്കട മണ്ഡലം കോൺഗ്രസിന് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ IB സതീഷിനെ മാറ്റിവെച്ചുകൊണ്ടല്ല, പക്ഷെ അവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല MR മനോജ് കുറച്ചുകൂടെ ജനകീയനാണ് എന്നുള്ളതാണ്. അല്ല, MR ബൈജു കുറച്ചുകൂടെ ജനകീയനാണ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് MR ബൈജുവിന്റെ സാധ്യതകളെ UDF-ന് തള്ളിക്കളയാൻ കഴിയില്ല. UDF-ന് കിട്ടുന്ന ഒരു സാധ്യതയുള്ള സീറ്റുകളിൽ ഒന്നാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ആറ്റിങ്ങൽ മണ്ഡലം LDF-ന്റെ കൈകളിലേക്ക് എത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന് നെടുമങ്ങാടും സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ച വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ കോൺഗ്രസിന് BRM ഷബീറിനെ പരീക്ഷിക്കാമായിരുന്നു. പരീക്ഷിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ വിജയസാധ്യത കൂടുതലായിരുന്നു. ഈ മീനാങ്കൽ കുമാറിനെ പോലൊരു CPI വിട്ട് അതിലേക്ക് പോകുന്ന ഒരു സ്ഥാനാർത്ഥിയൊക്കെ വീണ്ടും അവിടെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. അത് LDF-ന് വീണ്ടും ആ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയാണ് അതിലൂടെ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെയാണ് അരുവിക്കരയിൽ സ്റ്റീഫൻ മത്സരിക്കുന്നു. സ്റ്റീഫൻ കഴിഞ്ഞ LDF-ന്റെ സർക്കാരിന്റെ കാലത്തും ഒക്കെ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ മുൻപ് ശബരിനാഥൻ മത്സരിച്ച് വിജയിച്ച, അതിനു മുൻപ് ശബരിനാഥന്റെ പിതാവ് G കാർത്തികേയൻ മത്സരിച്ച് വിജയിച്ച ഒരു ഇടമാണ്. ആ സാധ്യതകളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ശിവകുമാർ മത്സരിക്കുന്നത്. പക്ഷെ ശിവകുമാറിന്റെയും സാധ്യതകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവിടുത്തെ സാധ്യത LDF-ന് അനുകൂലമായിട്ടൊരു വിധിയെഴുത്താണ്. ഇത് ഇങ്ങനെ ആകണമെന്നില്ല. ഇതൊക്കെ നമ്മളൊക്കെ പറയുന്ന പോലെ ഒരു അസസ്മെന്റിന്റെ പുറത്ത് പറയുന്നത് മാത്രം. ഇതൊക്കെ പൂർണ്ണമായിട്ടും ശരിയാകണമെന്നില്ല. പക്ഷെ എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നിയമത്തെ 50-50 ചാൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ പാറശാലയിൽ LDF-ന്റെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഹരീന്ദ്രനാണ് അടുത്ത സ്ഥാനാർത്ഥി. കൃത്യമായിട്ടും വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. അരുവിക്കരയിലേക്ക് വരികയാണെങ്കിലും അവിടെ LDF-ന് സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. UDF-ന്റെ സാധ്യതകൾ എന്ന് പറയപ്പെടുന്നത് ശിവകുമാറിൽ ഒതുങ്ങും എന്നുള്ളത് കൊണ്ട് ആ സാധ്യതകൾ നമുക്ക് ചിലപ്പോൾ തള്ളിക്കളയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. കാട്ടാക്കടയിലാണ് അതേസമയത്തിന് MR ബൈജുവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയമുള്ളത്. MR ബൈജുവിനോട് ജയിക്കുവാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഇങ്ങനെ നെടുമങ്ങാടും ഇവർ LDF-ന് അനുകൂലമാകുന്ന ഒരു കാലാവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ഇതിൽ 14 നമ്മുടെ നിയോജക മണ്ഡലങ്ങളിൽ പോയി കഴിഞ്ഞാലും ഇപ്പോൾ താങ്കൾ പറയുന്ന പോലെ 50-50 7-7 പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പക്ഷേ 7ലേക്ക് എത്താൻ കഴിയില്ല. അല്ലെങ്കിൽ UDF-ന് 7-ന് അനുകൂലമോ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വട്ടിയൂർക്കാവ് കൂടി അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റിയേക്കാം. ഒന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ വട്ടിയൂർ ഇന്ന് പ്രിയങ്ക ഗാന്ധിയൊക്കെ അവിടെ വന്ന് പ്രസംഗമൊക്കെ നടത്തി പോകുമ്പോൾ സ്ത്രീകളുടെയൊക്കെ വോട്ടുകൾ കുറച്ചുകൂടി നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ്. പിന്നൊന്ന് നിയമത്തിന്റെ BJP-യുടെ സാധ്യത, വട്ടിയൂർക്കാവിന്റെ BJP-യുടെ സാധ്യതയൊക്കെ തള്ളിപ്പോകുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചിലപ്പോൾ നിയമത്ത് കുമ്മനം രാജശേഖരനെ പോലെ ഒരാളാണ് മത്സരിച്ചിരുന്നെങ്കിൽ സാധ്യത കുറച്ചുകൂടി വർദ്ധിച്ചേനെ. അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ IPS-ന് പകരം, റിട്ടയർഡ് IPS-ന് DGP-ക്ക് പകരം മറ്റൊരു കാൻഡിഡേറ്റിന്, അത് സുരേന്ദ്രനെ പോലുള്ളവരൊക്കെ മത്സരിപ്പിച്ചുവെങ്കിൽ കുറച്ചുകൂടി ടൈറ്റ് ഫൈറ്റ് നടന്നേനെ. പക്ഷെ ഇവിടെ ഇപ്പോൾ LDF-ഉം UDF-ഉം തമ്മിലുള്ളൊരു ഫൈറ്റായിട്ട് ചിലപ്പോൾ വട്ടിയൂർക്കാവ് മാറിയേക്കാം. അതിനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില സാധ്യതകളിൽ ആണ് മുരളീധരനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ 7-ൽ അവിടെ 5 സീറ്റിനുള്ള സാധ്യതയും ഇപ്പുറത്ത് വരുമ്പോൾ ഇവിടുത്തെ 5 സീറ്റുകളിൽ താങ്കൾ പറഞ്ഞ 7 സീറ്റുകളിൽ അവിടെയുള്ള സീറ്റുകളിൽ ഒരെണ്ണം UDF-നും ബാക്കിയുള്ളവ LDF-നുള്ള സാധ്യതകളായിട്ട് മാറ്റുന്നു. അതിനകത്ത് ഒരു സീറ്റ് മാത്രമാണ്. ഇപ്പൊ ഞാൻ നിയമം പോലും BJP-ക്ക് ലഭിക്കുമെന്നുള്ള ഘട്ടത്തിലേക്ക് എത്തുന്നില്ല. പക്ഷെ എത്തിയാൽ നാളെ നമ്മളെ ഈ ഒരു ചർച്ചകളൊക്കെ കഴിഞ്ഞ് ഈ റിസൾട്ട് വരുമ്പോൾ, May 4 റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയല്ലേ സംസാരിച്ചെന്ന് ചോദിച്ചാൽ ഇതൊരു നമ്മുടെ കാഴ്ചപ്പാടുകളുടെ ചിലപ്പോൾ ഈ ട്രെൻഡിന്റെ വിശകലനം മാത്രമാണിത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 5+1 6 സീറ്റുകൾ UDF-ലേക്കും 8 സീറ്റുകൾ LDF-ലേക്കും എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതാണ് പറയുന്നത്. അത് എൻ്റെ മാത്രം വിശകലനമാണ്. താങ്കൾക്ക് അതിനെ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വെച്ചാൽ അത് താങ്കളുടെ ഇഷ്ടമാണ്. എങ്ങനെ വേണമെങ്കിലും അവസാനിപ്പിക്കാം. ഈ ജില്ലയെ കുറിച്ച് പറഞ്ഞു. ഈ 14-ൽ 7 എന്നുള്ളത് 50-50 എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ്. നമ്മൾ ആരെയും കണ്ണുമടച്ച് അന്ധമായി മൂടോടെ പോകും എന്നൊന്നും പറയുന്നത് ശരിയല്ല എന്നുള്ളതും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്. ആ 7 എണ്ണത്തിൽ വീണ്ടും
ഒരു 3-4 സീറ്റുകൾ വരെ ഉം. സാധ്യതയുള്ള പ്രതീക്ഷയുള്ള സീറ്റുകളാണ്. അത് ശരി. അരുവിക്കര, കാട്ടാക്കട ഉം. തുടങ്ങിയ സീറ്റുകൾ, പാറശാല, ഉം. ഇങ്ങനെയുള്ള സീറ്റ്. പാറശാല MLA കുറിച്ച് ഒരു ഉദ്യോഗസ്ഥയെ ഉണ്ട് അങ്ങനെ നല്ല പരാതികളൊക്കെ ഉണ്ട്. ഒരു സാധാരണ ഒരു CPM-ന്റെ ഒരു എന്താ പറയുക, ഒരു പ്രാദേശിക നേതാവ് ഭത്സിക്കുന്നത് പോലെയൊക്കെ ഉള്ള രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടുത്തെ സ്ത്രീവിരുദ്ധത. അല്ല അതൊക്കെയാണ്, അത് ശരി തന്നെയാണ്. അവിടെ വേണമെങ്കിൽ പാറശാല തിരിച്ചു പിടിക്കാമായിരുന്നു. കാരണം പലപ്പോഴും പാറശാല സുന്ദരേശൻ നാളെ പോലുള്ള കോൺഗ്രസ്സുകാരനെ കൊണ്ട് നിറഞ്ഞു നിന്ന മണ്ഡലമാണ്. പലപ്പോഴും ആ മണ്ഡലം കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ നെയ്യാറ്റിൻകരയൊക്കെ കോൺഗ്രസിന്റെ ഇടങ്ങളാണ്. ആ ഇടങ്ങളെല്ലാം നല്ല സാധ്യതകൾ BJP-യുടെ വോട്ട് ഷെയർ അവിടെ വർദ്ധിച്ചിരിക്കുന്നു. BJP-യിലേക്ക് വോട്ടുകൾ പോയി തുടങ്ങിയതോടുകൂടി കോൺഗ്രസിന്റെ ഇടിവ് തുടങ്ങി. പക്ഷെ അപ്പോഴും LDF-ന്റെ സാധ്യതകൾ തള്ളിക്കളയായിരുന്ന അവരുടെ ആ സ്റ്റഡി ആയിട്ടുണ്ടായിരുന്ന വോട്ടുകൾ LDF-ന് ലഭിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് പാറശാലയിലും നെയ്യാറ്റിൻകരയിലും ഒക്കെ LDF ഇപ്പൊ ആൻസലിനാണെങ്കിലും അപ്പുറത്തെ ഹരിന്ദ്രനാഥാണെന്നൊക്കെ വിജയിച്ചു വന്നത് ആ ഒരു സാധ്യതയിലൂടെ. കാരണം BJP-യുടെ വോട്ടുകൾ കൂടി, കോൺഗ്രസിന്റെ വോട്ടുകൾ കുറഞ്ഞു. അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത് അല്ലേ? അങ്ങനെയല്ല സാധ്യതകൾ. അതിനകത്ത് ഒരു പരിധി വരെ അത് വലിയ ഒരു ഘടകമാണ്. പക്ഷേ ഇത്തവണ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വിഭാഗമെങ്കിലും ഈ CPM-ന്റെ പിന്നിൽ അടി ഉറച്ച് നിൽക്കുന്ന ഒരു വിഭാഗം എന്ന് പറയാൻ ഏതെങ്കിലും ഒരെണ്ണം ശ്രീ ഗോപകുമാറിന് കാണിച്ചു തരാൻ പറ്റും? അതില്ല, ഒരു മേഖലയിലുമില്ല. ഇപ്പോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലില്ല, കർഷകരില്ല, വിദ്യാർത്ഥികളില്ല, സ്ത്രീകളില്ല. അതൊരു ആന്റി ഇൻകംബൻസി എന്തായിരുന്നാലും ഉണ്ടാകുമല്ലോ, സ്വാഭാവികമാണ്. വിരുദ്ധ വികാരം എന്നുള്ളത് ഉണ്ടാകും. കാരണം 10 വർഷം ഭരിച്ചതാണല്ലോ. അതൊന്ന്. രണ്ട്, ഈ വാഗ്ദാനങ്ങൾ കൊടുത്തത് പലതും പാലിച്ചിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് 3000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്ന് പറയുന്നല്ലോ. 2500 കൊടുക്കാമെന്ന് 2021 പറഞ്ഞിട്ട് 2000 അല്ലേ കൊടുത്തത്? ആ 2000 കൊടുത്തത് എപ്പോഴാ? ഈ കഴിഞ്ഞ നവംബർ മാസത്തിലല്ല. അങ്ങനെയുള്ള വാഗ്ദാന ലംഘനങ്ങൾ മുഴുവൻ ആളുകളുടെ മനസ്സിലുണ്ട്. ഞാൻ കണക്ക് കൂട്ടുന്ന LDF-ന്റെ ജാഥയിലും പ്രകടനത്തിലും പോകുന്നവർ തന്നെ മാറി വോട്ട് ചെയ്യും. അതുകൊണ്ട് റിസൾട്ട് വരുമ്പോൾ തിരുവനന്തപുരം ഈ കഴിഞ്ഞ തവണത്തെ 13-1 എന്നുള്ളത് അതേപടി തിരിഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. ശരി ആയിക്കോട്ടെ. അങ്ങനെ പക്ഷെ അങ്ങനെ ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞിരുന്നില്ല. 7 ഷുവർ. ശരി, ശരി. നമുക്ക് അങ്ങനെ ട്രെൻഡ് വന്നാൽ 13 വരെയും ആകാം. തീർച്ചയായിട്ടും. നമുക്ക് തിരഞ്ഞെടുപ്പ് അവലോകനം അല്ലെങ്കിൽ വിശകലനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അത് വോട്ടെണ്ണൽ ദിവസം വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമായിട്ടൊരു ചിത്രം മനസ്സിലാക്കാൻ കഴിയൂ. അതുവരെയും നമ്മൾ ഈ പറയുന്ന പോലെ ചില വിശകലനങ്ങൾ മാത്രമാണ്, സാധ്യതകളൊക്കെയാണ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ചില സാധ്യതകൾ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് 8 സീറ്റ് LDF-നും 6 സീറ്റ് UDF-നും എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാദിഖ് സാർ പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ 2021 LDF നേടിയ 13 സീറ്റുകളിലേക്ക് UDF-ഉം 1 സീറ്റിലേക്ക് LDF-ഉം എത്തുന്ന തരത്തിലേക്ക് എത്തിയാലും പകരം 7 എന്നുള്ളത് സ്വാഭാവികമായിട്ടും ലഭിക്കുമെന്ന് പറഞ്ഞു വെക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. നോക്കാം, അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് മറ്റുള്ള മണ്ഡലങ്ങളിൽ കൂടി പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളിൽ കൂടി പോകേണ്ടതുണ്ട്. അത് നമുക്ക് കാണാവുന്നതാണ്.